ഹലോ ഗൈസ്, വെൽക്കം ടു സാബിത്ത് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ബസ്സായിട്ടാണ് ഇന്ന് പോകുന്നത്. ഈ ബൂം സ്റ്റാർ വയനാടൻ ട്രാവലർ ബൂം സ്റ്റാർ എന്ന് പറഞ്ഞ എൻ്റെ ബസ്. ഈ കിടക്കണ സിംഗം റോക്കി ബായിൻ്റെ ബസ് ഇതാ ഇവിടെ ഇതാ ഈ പുഷപ്പിടുക ജിമ്മൻ്റെ ആളാണ്. വെയിറ്റ് ഇടാ കൊണ്ട് ചെയ്ത് ഷേർസൺ ഗൈസ്, ഈ കാണുന്ന ഷേർസണ് നമ്മളെ DMR റപ്പുൻ്റെ ആണ്. ഷേർസൺ ഹോളിഡേയ്സ് ആദിപ്പാൻ. നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു വര വെച്ചിട്ട് ഗൈസ്, നമ്മളെങ്ങാട്ട് നല്ല വർക്ക് ചെയ്തോണ്ടി. ഇവരുടെ ബാക്കിൽ സ്റ്റാർസ് ഷെയർസൺ വായനൊക്കെ സിങ്ക് എടുത്താ ഇവിടെ നമ്മൾ സിങ്ക് എടുത്ത് നമുക്ക് വണ്ടി ഇടുക ഗൈസ്. സിങ്ക് എടുത്ത് ആ ഷെയർസണ്ണും എടുത്ത് ഗൈസ്. നമ്മൾ വയനാടൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒറ്റക്ക്. നമുക്ക് വല്ലപ്പം വറ്റി പിടിപ്പിക്കുക ഗൈസ്. നമ്മളെ പവർന്ന് കണ്ടോട്ടെ. നമുക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നട ബ്രേക്ക് കുടിക്കണ്. റോട്ടിൽ നിന്ന് കണ്ട് വണ്ടി പറപ്പിച്ച് വിടുമ്പോൾ അവന് റോട്ടിൽ നിന്ന് കണ്ടാണ് ബ്രേക്ക് കുടിക്കണം. പക്ഷെ ഇവിടുന്ന് നമുക്ക് കുറച്ച് പണിയാണ്. സിങ്ക അവിടെ സിമ്പിളായി ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്ത് ഗൈസ്. അങ്ങനെ സിങ്ക അങ്ങനെ പാർക്ക് ചെയ്തു. ഞമ്മക്കൊന്ന് ബാക്കടിച്ച് പാർക്ക് ചെയ്യുക ഗൈസ്. ബാക്ക് വെക്കാൻ ആരും ഇല്ലേനും. ഇതെന്ത് കാര്യം കജ്ജും കെല്ലുമിൻ്റെ വേണ്ടല്ല ചെങ്കും വേണ്ട മേപ്പും വേണ്ട ബസ്സും വേണം അല്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഈ സിങ്കാണോ ഷെയർസണ്ണാണോ അതോ വയനാടനാണോ കൂടുതൽ ഫാൻസും രസമുള്ളതെന്ന്. ഈ ഷെയർസൺ ഒപ്പം എടുത്ത് ഗൈസ്. ഷെയർസൺ എന്താ കാണിക്കുന്നു? ഈ DMR അപ്പം എന്താ കാണിക്കുന്നു ഗൈസ്? 3 ബസ്സും ഒരു നേരം ഒപ്പം നിൽക്കണ നോക്കി. നമുക്ക് DMR ഫ്രണ്ട്ലി പോയാ DMR. ഞമ്മക്ക് ഇങ്ങോട്ട് തന്നെ റിക്വസ്റ്റ് ഇട്ട് നമ്മൾ വണ്ടി കുറച്ചങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഇടത് നമ്മളെ വണ്ടി ഇത് നമ്മൾ തട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നമുക്ക് ഗൈസ്, ഇപ്പം ഇത് ഡ്രോൺ ഷൂട്ടാണ്. കണ്ടോ, ഓരോരോ ആൾക്കാർ ഓരോരോ ബസ്സിൻ്റെ മുകളിൽ. നമ്മുടെ DMR പൊന്തൊക്കത്ത് ഈ കുപ്പായില്ലാത്തവന് ഞാൻ അവിടെ ഇടുന്ന കറുപ്പ് കുപ്പായിട്ടവന് മറ്റവന് ഗൈസ് ഷെയർസൺ എടുത്ത് സിംഗം പോകുന്നുണ്ട്. നമുക്ക് സിംഗം എടുത്തിട്ട സിംഗല്ലേ ഇതും പറ്റും നമുക്കിട്. നമ്മളിതെന്ത് സിംഗം പോവാ.
ഗൈസ് മൂന്നും വേറെ വേറെ വണ്ടി. ഈ വയനാട് എനിക്ക് ഇങ്ങനെ ഇല്ല ഗൈസ്, കുറേ ടീം എവിടെ പോകണം ഗൈസ്. നമ്മൾ 3 ബസ്സും ഡെസേർട്ട് പോവാ തോന്നുന്നു. അയ്യോ ഗൈസ്, ഈ സേർസൺ ഏതാണ്? നമ്മളെ ഇതില്ലേ ഗൈസ്, വയനാടിന് ഓൾഡ് മോഡൽ, അതിൻ്റെ മുമ്പിലൊരു സ്റ്റിക്കർ എണ്ണാടിച്ച ആ സ്റ്റിക്കർ ഉണ്ടായിന്. ഇപ്പം മാറ്റിയതാണ്. എന്താ പോലീസ് ഓടിച്ചത്? അത് ഞാൻ കേട്ട്. ഇതൊക്കെ നമ്മളെ ബാക്കിൽ വരുന്നുണ്ടോ? ചെയ്യാം. ഇല്ല ഇല്ല. രണ്ടാളും പോയ. രണ്ടാളും പോയി. മറ്റോൻ പോയി ഗൈസ്. ഭക്ഷണം തിന്നാൻ പോയതോ. അല്ല, ഷെയർസൺത്തെ ഡ്രൈവർക്ക് അറിയില്ല തോന്നുന്നു ഗൈസ്. നമ്മൾ ഡാർക്ക് ആക്കിയിട്ടില്ല പിന്നെ, അതാണ്ട് വരുന്നുണ്ടാവും. അതാണ് ഞാൻ ഈ വ്യൂവിലിട്ട്. പിന്നെ എന്താ ഞാൻ മെസ്സേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ, അഥവാ ഇത് സ്റ്റോപ്പ് ചെയ്താൽ അറിയാതെ കൈ തട്ടിയാണ്ട് ഇത് ഫുൾ സ്റ്റോപ്പായ അല്ല ഡിലീറ്റായ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ബാക്കി നമ്മളിങ്ങനെ പറയും, അതൊന്നും കിട്ടൂല. നമ്മൾ കട്ടായി പോയിട്ട് സൗണ്ട് കണ്ടോ? സീനില്ലേ? നീ പൊക്ക, ഞാൻ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് ഓട്ടെ. പിന്നെ നമ്മൾ ഹെവി വണ്ടി ഓടിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് ഓടിക്കാം. എന്നാലും നമ്മളൊരു ട്രിപ്പ് പോയിന് വീഡിയോ നമ്മളൊരു ദിവസം ഡോറാഡോയിൽ ട്രിപ്പ് പോയിന്. അന്ന് നമുക്ക് TR7 ക്രോട്ടേന് ആ വണ്ടിൻ്റെ ആള്. അയ്യോ മല്ലോകരാജം. ഷാഡോ എത്തി. പിന്നെ നമ്മൾ മുമ്പിലൊന്നും നിർത്തിട്ട് ഷെയർസണ് തോന്നും ഞമ്മക്ക് പോവാം. ഷെയർസണ് നമ്മൾ ഇൻഡിക്കേറ്റർ, നമ്മൾ ഡേഞ്ചർ ഇൻഡിക്കേറ്റർ കിട്ടും. അതിന് നമ്മളെന്തെങ്കിലും പറ്റിയാലുണ്ടാവണം ഇൻഡിക്കേറ്റർ. ഇപ്പം എനിക്കറിയാട്ടോ വൈ. അല്ല എവൻ എപ്പോൾ കേൾക്കും നമ്മൾ ഉള്ളിൽ കൂടി പോകാം. നമുക്ക് ഒന്ന് പറപ്പിച്ചിട്ടാലോ. ഇതിൻ്റെ ഫുൾ
സ്പീഡ് ലെവൽ അറിഞ്ഞിട്ടില്ല. ആ പിന്നെ മോചിപ്പിച്ച്. പിന്നെ ഗൈസ് ഷേഡ് നല്ല പ്രോ ഡ്രൈവറാണ് തോന്നുന്നു. നല്ല സ്പീഡ് നല്ല പോലെ ഓടിക്കുന്നുണ്ട്. നമ്മളൊരു പ്രോ ഡ്രൈവർ തന്നെയാണ്. നല്ല പറപ്പിച്ച് ഓനവിടെ എത്തി. കൽക്കണ്ട കനിയെ നമുക്കൊരു പാട്ടിട്ട ഞാനിതെൻ്റെ പാട്ടുണ്ട്. കൽക്കണ്ട കനിയെ കണ്ടപ്പോൾ തേടൻ്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണ്. നേരം നല്ല പറ്റിയ പറപ്പിച്ചിടാം. ചെറിയ സ്മൈലായിട്ടിട. ഇനി മറ്റു അവിടെ നമ്മളെ ബാക്കിൽ വെച്ചിടുക. ഷെയർസാണ് പിന്നെയും ഏറ്റവും ബാക്കിലെത്തിയിട്ടുള്ളൂ. നമുക്ക് വെച്ചിടുക. നമുക്ക് പറപ്പിച്ച് വിടാം. നമുക്കിവിടെ കുറച്ച് കട്ടയുണ്ടായിരുന്നു. അഥവാ ഇത് കട്ടയിൽ പോയാലോ. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ TMX പിന്നെയും ഡിസ്കവർ ചെയ്ത് നമ്മൾ മുമ്പിലാണ് ജീപ്പൊക്കെ എത്തുന്നത്. ഇത്രയും പവർ ജീപ്പ് ഗൈസ്. നമ്മളിവിടെ ചെറുതായിട്ട് സൈഡാക്കി. മറ്റവന് വരാനില്ല BMR. അപ്പോൾ നമ്മൾ കുറച്ച് സൈഡാക്കി. അപ്പോൾ ഓനങ്ങോട്ട് എന്ത് പറന്നു പോണേറെ ഞാൻ കണ്ട്. പക്ഷെ മനസ്സിലായില്ല. പിന്നെ അല്ല പറഞ്ഞ് നമ്മൾ BMR അപ്പോണെന്ന്. ഗൈസ് നമ്മൾ ഫൈനലി ഡെസേർട്ട് എത്തി. അയ്യോ ഞാൻ കൊണ്ടൊന്ന് കുറച്ച് പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് പോകും വണ്ടി. ഒരു പെട്രോൾ അടിക്കണ്ട. നമ്മളെ ഹോർണടിക്കുന്നുണ്ട്. പൊവ്വട നമുക്ക് കുറച്ച് നേരം താഴത്തേക്ക് ഇറങ്ങി നോക്കാം. നമ്മളെ വണ്ടി കുറച്ച് പൊക്കം കൂട്ടിക്കണം. എന്നാലും എല്ലാവരും എന്താ പറയുക ഒരു ബസ് പോലെ തോന്നും. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. അവിടെ സൈഡാക്കി തന്നിട്ടുണ്ട്. നല്ല സൈഡാക്കിയിട്ടുണ്ട്. എന്താ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്താണ് എപ്പോഴും നെറ്റ് നമുക്ക് ഓനോട് പറപ്പിച്ചിട്ട് ടാങ്ക് ഫുള്ളായിരുന്നു. പോയാ അവിടെ തന്നെ ഉണ്ട്. ഗൈസ് നമുക്ക് കുറച്ച് പാസഞ്ചേഴ്സ് ഒന്ന് കയറ്റാം. വെറുതെ ഒരേ രസം. അപ്പുറത്തെ സൈഡാണ് ഡോറ്. മണിപാട് ഇത് പോയ ചുമ്മാ കയറിയ ഞാൻ പുത്തില്ല. കണ്ണം കയറിയതാ. ഞാൻ അപ്പുറത്തോട്ട് സുബരൻ്റെ ഭാര്യയെ കാത്തുക ചൊറിച്ചു ചോറ് കുടിച്ചു ഇന്നത്തേക്കായി. അപ്പോൾ കേട്ടൊരു ഒടക്കത്തെ പാട്ട് ഇരാരീരാ കാനാരമില്ല തനിച്ചാണ്. അതു കേട്ട് മനസ്സണി അയ്യോ ഒന്നാത്ത അതെ അവിടേക്ക് പോയി. ഞമ്മക്ക് ഇവിടെ നിന്ന് എഴുതിക്കൂടി അങ്ങനെ പോയി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചെടുത്ത് വരാം. അല്ലാതെ പിന്നെ എങ്ങനെ തിരിക്കാം ഈ സ്ഥലത്ത്? പാസഞ്ചിന്
ഇവിടെ പോയി ഇതൊന്നും ഇതിൽ കൂടി ഇറങ്ങും. നമ്മൾ ഇനി ഇതിൽ കൂടി ഇങ്ങനെ പോയി റിട്ടേർഡ് അങ്ങോട്ട് പോകണം. ഇതിൽ കൂടി പോകാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ ഇന്നാള് ഇവിടെ പോയി അവിടെ നിർത്തും. അല്ലെങ്കിൽ ഇവിടെ അടുത്തോടെ നിർത്തും ഗൈസ്. ഒക്കെ തിരിഞ്ഞ് റെക്കോർഡ് അത് സിംഗാണ് പോയത്. സിംഗം ദീപൊരി സിംഗം ഗൈസ്. ഇതിക്കൂടിയൊക്കെ നമ്മൾ പോകും. ഇതൊക്കെ മാന്തകി രസം ഗൈസ്. നമ്മൾ ട്രെയിനായി ഇപ്പോൾ. ബസ് ഇപ്പോൾ ട്രെയിനായി ഗൈസ്. അയ്യോ, ആരുടെ വണ്ടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ആത്മാവ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇവരെന്താ നമ്മുടെ ബാക്കിൽ തന്നെയായിരുന്നു. നമുക്ക് ഈ റൂട്ട് പിടിക്കാം. ഈ റൂട്ട് ഇവിടെ ആയിരിക്കും. എൻ്റെ പ്രൈവറ്റ് വണ്ടിയാണ്, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. ഇത് ഞാൻ വാങ്ങി. വരുന്നുണ്ട് ഓലൊക്കെ അവിടെ നിൽക്കാം. പിന്നെ ചോദിച്ച് വേണ്ടത് നമുക്കൊന്ന് റിപ്പയർ ആക്കാം. ഞാൻ വേണ്ടത് അയ്യോ, ഇവനെന്താ ബാക്ക് നിൽക്കുന്നു? അധികം ഷാഡോ ആണ് കേട്ടോ. RCB ഇത് നിൽക്കണ്ട നല്ലൊരു വണ്ടിയാണ്. ലൈക്ക് ഏത് വണ്ടിയാന്നൊക്കെ അറിയില്ല. ഇത് ഇവിടെ റിപ്പയറിങ് ഒന്നും ഇല്ലേ? നമ്മൾ പെട്ടിട്ട റിപ്പയർ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ വന്നിക്കുന്നു. നമുക്ക് ചെറുതായിട്ട് തപ്പിച്ചോളാം. അതവിടെ വെക്കട്ടെ. പിന്നെ ഇപ്പം നമ്മൾ ഈ ഓല അവിടെ നിന്ന് വരണം. നാളെ നമ്മൾ ഇല്ല മറ്റേ ഇതുകൊണ്ട് ഒന്നുമില്ല. എന്താ പറയുക ഗൈസ്, ഇപ്പോൾ നമുക്കൊന്ന് ഫ്യൂസ് വെക്കാം. ഇത്രയുള്ള വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് പുതിയ വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ.